Yes, come in. Relax. I am Dr. Siddhartha. What is your name? What is the problem? എൻ്റെ പേര് മായ. ഡോക്ടർ, എനിക്ക് ഭ്രാന്തല്ല. പക്ഷേ ഞാൻ കാരണം ആളുകൾ മരിക്കുകയാണ്. ഭ്രാന്താവൂ മായ? എനിക്ക് മനസ്സിലായില്ല. ആരാണ് മരിക്കുന്നത്? കൂടെ നിൽക്കുന്നവർ, എന്നോട് സംസാരിക്കുന്നവർ. കഴിഞ്ഞ ഒരു മാസത്തിനിടെ എന്റെ 3 സുഹൃത്തുക്കൾ മരിച്ചു. ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അതല്ല സത്യം. പിന്നെന്താണ്? മരണത്തിന് തൊട്ടു മുമ്പ് അവരെന്നെ വിളിച്ചിരുന്നു. എല്ലാവരും ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, മായക്കാവ്. ഡോക്ടർ, ആ കാവ് എന്നെ തെരഞ്ഞു വരുന്നുണ്ട്. അടുത്തത് എന്റെ ഊഴമാണ്. മായക്കാവ് എന്നത് നഗരത്തിന് പുറത്തുള്ള ഒരു വെറും കാടാണ്. അവിടെയുള്ള ചില വിഷവാതകങ്ങളോ പ്രകൃതിയോ ഒക്കെ മനുഷ്യന്റെ തലച്ചോറിനെ ഭ്രമിപ്പിക്കാം. അതൊരു ലളിതമായ ഫോബിയാണ്. അല്ല ഡോക്ടർ, അതൊരു ശാശ്വതമാണ്. ആ കാട്ടിലെ മരങ്ങൾക്ക് ജീവനുണ്ട്. അവ രാത്രിയിൽ നടക്കും, ചോര കുടിക്കും. കരിമല കാവടിയെ കൂവണ് കൂവണ് പേച്ചിയമ്മേ രുധിര കോലം കൊട്ടുകേ മായ, പേടിക്കണ്ട. ഞാൻ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാം. ആരാണ് അവിടെ? പുറത്തു വരൂ. മായ, നീയാണോ ഇത്? ഡോക്ടർ, ഞാൻ പറഞ്ഞില്ലേ, ആ കൊലയാളി എന്റെ കൂടെ തന്നെയുണ്ട്. അവൻ ഈ മുറിയിലും ഉണ്ട്. മായ, നീ എന്താണ് ഈ പറയുന്നത്? എനിക്ക് നിങ്ങളെ കൊല്ലണമെന്നില്ല ഡോക്ടർ. പക്ഷേ എന്റെ സുഹൃത്തുക്കളെ കൊന്നത്, നിങ്ങളുടെ അസിസ്റ്റന്റിനെ കൊന്നത്, ആ കൊലയാളി നിങ്ങളുടെ തൊട്ടു പിന്നിൽ നിപ്പുണ്ട്. ദേ, ആ കണ്ണാടിയിൽ നോക്കൂ.
സിദ്ധാർത്ഥ്, നീ ആരെയാണ് തിരയുന്നത്? മായക്കാവിലെ ആ കൊലയാളി നീ തന്നെയാണ്. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന് നീ മറ്റുള്ളവർക്ക് നൽകിയ സർട്ടിഫിക്കറ്റ് നിനക്ക് തന്നെയാണ് വേണ്ടത്. ഇല്ല, ഞാൻ ഡോക്ടറാണ്. ഞാൻ ഡോക്ടറാണ്. വർഷങ്ങൾക്ക് മുമ്പ് മായയും അവളുടെ സുഹൃത്തുക്കളും ചേർന്ന് മായക്കാട്ടിൽ വെച്ച് ഒരാളെ വണ്ടി ഇടിച്ചു കൊന്നു. ആ മരിച്ച പാവം മനുഷ്യൻ നിന്റെ അച്ഛനായിരുന്നു സിദ്ധാർത്ഥ്. നിന്റെ മനസ്സ് അവരോട് പ്രതികാരം ചെയ്യുകയായിരുന്നു. നീ തന്നെയാണ് അവരെയൊക്കെ കൊന്നത്. യെസ് സർ. മായക്കാട് കാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കൂടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവള് മരിച്ചിട്ട് ഇന്ന് 3 ദിവസമായില്ലേ? ഡോക്ടർ മരിച്ചത് ഇന്ന് പുലർച്ചെയും. എന്താ സംഭവിക്കുന്നത്?